A Newman, written by Catherine Tynan. I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. So a woman is the main supporter of the family. She is the central stone of the arch. If you remove her, the house will fall down. The family will fall apart. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ മെയിൻ സപ്പോർട്ടറാണ്. പില്ലർ എങ്ങനെ ഒരു ഹൗസിനെ സപ്പോർട്ട് ചെയ്യുന്നോ അതേപോലെ ആ ഹൗസിന്റെ മുഴുവൻ ബേർഡനും മുഴുവൻ ഭാരവും വഹിച്ചുകൊണ്ട് ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീയാണ്. സ്ത്രീ ആർച്ചിന്റെ കീ സ്റ്റോൺ ആണെന്ന് പറയുമ്പോൾ ആ ഫാമിലിയിലെ ഫോക്കൽ പോയിന്റ് ആണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ലാസ്റ്റ് 2 ലൈനുകളിൽ പറയുന്നത് ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അട്ടർലി. അതായത് സ്ത്രീയെ അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, മദർ എന്നുള്ള ഒരു ഇമേജ് ആണ് കൂടുതൽ വരുന്നത്. ആ മദറിനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ ആ ഫാമിലിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതോടുകൂടി ആ ഫാമിലി തന്നെ നശിച്ചു പോവും എന്നുള്ളതാണ്. അതിന് പിന്നെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അവരുടെ ആ ഫാമിലി മെമ്പേഴ്സിന്റെ ജീവിതം ഒരു മീനിങ്ലെസ് ആയി മാറും വുമന്റെ ഒരു സ്വീറ്റ് പ്രസൻസ് അതിലില്ലെങ്കിൽ. എ ഹോം ആയിട്ട് മാറുന്ന എ ഹൗസ് ബിക്കംസ് എ ഹോം വെൻ ദർ ഈസ് ദ സ്വീറ്റ് പ്രസൻസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. ഹൗസ് എന്നുള്ളത് വെറും ഒരു ബിൽഡിംഗ് മാത്രമാവും, അത് ഹോമായിട്ട് മാറുക. അതിൽ ആ സ്വീറ്റ്നെസ്സും അതൊരു ലൈവ്ലി ആവുന്നതും ഒക്കെ മദറിന്റെ വളരെ സ്വീറ്റായ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു മദറിന്റെ പ്രസൻസ് അവിടെ ഉള്ളപ്പോഴാണ് വീടാവുന്നത്. അതുവരെ അത് വെറും ഒരു ബിൽഡിംഗ് മാത്രമേ ആവുള്ളൂ. സെക്കൻഡ് സ്റ്റാൻസ. I am the fire upon the hearth, I am the light of the good sun, I am the heat that warms the earth, which else were colder than a stone. Hearth means fireplace. So a fireplace without fire is useless. Similarly, a home without a woman or without the mother, a family without the presence of a woman is meaningless or worthless. I am the light of the good sun. So she is actually a light that brightens the life of the whole family. She is the light of love. I am the heat that warms the earth, which else were colder than a stone. That means a slight warmth is necessary to sustain life on earth. So a woman provides that warmth, the warmth of life. So if you remove that woman from the world itself will become colder than a stone. So a woman is the fire upon the earth. She is the light and heat of the earth, and without her the whole earth will be colder than a stone. I am the fire upon the earth പറഞ്ഞാൽ ഹേർത്തിലെ നരിപ്പോടിലെ തീയാണ് ഞാൻ. ആ തീ ഇല്ലാതെ ആ ഫയർ പ്ലേസ് കൊണ്ട് ഒരു ഉപകാരവുമില്ല. അതേപോലെ ഒരു സ്ത്രീ ഇല്ലാത്ത ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അത് വളരെ ഡള്ളായിട്ട് മാറും, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു ലൈഫ് ഇല്ല എന്നാണ് പറയുന്നത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ എന്ന് പറയുമ്പോൾ സണ്ണിന്റെ സൂര്യപ്രകാശമാണ് ജീവൻ ഭൂമിയിൽ നിലനിർത്താൻ അത്യാവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം. അത് സ്നേഹത്തിന്റെ പ്രകാശം ഫാമിലിയിലേക്ക് പ്രൊവൈഡ് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിന്റെ ജീവിതം ബ്രൈറ്റ് ആക്കി മാറ്റുന്നത് സ്ത്രീയുടെ പ്രസൻസ് ആണ്. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഈ ഭൂമിക്ക് വേണ്ട വാംത്ത് കൊടുക്കുന്നത് ഈ വുമൺ ആണ്. ഒരു ചെറിയ ചൂട്, അതിന് വേണ്ട ഒരു ചൂട് പ്രൊവൈഡ് ചെയ്യുന്നത് വുമൺ ആണ്. വിച്ച് എൽസ് വർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഈ സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമി മുഴുവൻ തണുത്തുറങ്ങിയ ഒരു കല്ലിനേക്കാൾ തണുത്തുറഞ്ഞ അവസ്ഥയിലായിരിക്കും. ഇപ്പൊ ജീവൻ നിലനിർത്താൻ വേണ്ട ആ ഒരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വുമൺ ആണ്. ലൈറ്റ്
പ്രൊവൈഡ് ചെയ്യുന്നത് വുമൺ ആണ്. അപ്പോൾ സണ്ണിനോടും സണ്ണിന്റെ ലൈറ്റിനോടും അതുപോലെ ഫയർ പ്ലേസിലെ ഫയറിനോടും ഒക്കെയാണ് സ്ത്രീയുടെ റോളിനെ ഉപമിക്കുന്നത്. ഫയർ ഇല്ലാതെ ഫയർ പ്ലേസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ നെരിപ്പോടാണ് ഫയർ പ്ലേസ് കേട്ടോ. അത് തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ തീ കായാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ അടുപ്പ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഹാത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ സ്റ്റോണിനേക്കാൾ കൂടുതൽ തണുത്ത അവസ്ഥയിലായി മാറും ഭൂമി സ്ത്രീ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. തേർഡ് സ്റ്റാൻസ. At me the children warm their hands, and their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. So the children stretch their hands towards their mother for warmth. And she is really the living form of love. She loves her children so much, and she brightens their life. Without me cold the hearthstone stands, nor could the precious children thrive. Hearthstone becomes cold without a woman, and then the children cannot have a bright future, or they cannot grow properly, they cannot thrive properly in the absence of a mother. A mother or a woman is a must, or she must be there in the family in order to look after their children, in order to take care of them, in order to support them, motivate them, or encourage them. At me the children warm their hands. കുട്ടികൾ അവരുടെ കൈകൾ എൻ്റെ നേർക്ക് നീട്ടുന്നു. തീ കായാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വാർത്ത് ലഭിക്കാൻ വേണ്ടി എന്നിലേക്കാണ് അവര് കൈകൾ നീട്ടുന്നത്. സ്നേഹത്തിന്റെയും സപ്പോർട്ടിന്റെയും ഒക്കെ ഒരു വാംത്ത് കിട്ടാൻ വേണ്ടി കുട്ടികൾ മദറിന്റെ നേർക്കാണ് കൈകൾ നീട്ടുന്നത്. ആൻഡ് ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. സ്നേഹത്തിന്റെ പ്രകാശമുള്ള ജീവനുള്ള രൂപമാണ് മദർ. വിതൗട്ട് മീ കോൾ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഹാർട്ടിന്റെ സ്റ്റോണുകളൊക്കെ തണുത്ത അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ഒരു വീടിന് വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിന് ഏറ്റവും വലിയ അമൂല്യമായിട്ടുള്ള നിധിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന കുട്ടികള് അവർക്ക് വേണ്ട പോലെ വളരാൻ, ത്രൈവ് ചെയ്യാൻ, അഭിവൃദ്ധി പെട്ട്, അതായത് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് ഉണ്ടാവാൻ വേണ്ട ശരിയായ രീതിയിലുള്ള ഒരു ഗ്രോത്ത്, മെന്റലും ഫിസിക്കലും ഒക്കെ ആയിട്ടുള്ള ശരിക്കുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ഒരു മദർ അത്യാവശ്യമാണ്. മദറിന്റെ ആബ്സെൻസിൽ അത് പ്രയാസമാണെന്നാണ് പറയുന്നത്. നാലാമത്തെ സ്റ്റാൻസയാണ്. I am the twist that holds together the children in its sacred ring. Their knot of love from whose close tether no lost child goes a-wandering. So a woman is the twist of the sacred ring. Here the sacred ring is that family. She connects the members of the family. She holds the members of the family together, and then the children are tied to the family with that rope of love. She connects them to the family with that soft and strong rope. But which is that rope? The rope of love. And a child will never be able to break it. She binds the child to the family with her affection, and so it's an unbreakable rope. ഇതിൽ ഈ സ്റ്റാൻസയിൽ പറയുന്നത് സേക്രഡ് റിങ്. ആ സേക്രഡ് റിങ് എന്ന് പറയുന്നത് വെഡിങ് റിങ് ആവാം. അതൊരു ഫാമിലിയെയാണ് കാണിക്കുന്നത്. എപ്പോഴും ഫാമിലി ലൈഫിന് ഒരു ഹോളിനെസ് ഉണ്ട്, അത് വളരെ വിശുദ്ധമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് സേക്രഡ് റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെഡ് ലോക്കിലൂടെ, മാരേജിലൂടെ വരുന്ന ആ ഒരു ഫാമിലി, പാരന്റും കുട്ടികളും അടങ്ങുന്ന ആ ഫാമിലിക്ക്, ആ ഫാമിലി ലൈഫിനെയും നമ്മൾ വളരെ ഹോളി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഫാമിലിയിലെ ആ സേക്രഡ് റിങ്ങിലെ കണ്ണിയാണ് ഈ മദർ അല്ലെങ്കിൽ സ്ത്രീ. ഒരു സ്നേഹമാവുന്ന കയറുകൊണ്ട് കുട്ടിയെ ആ ഫാമിലിയിലേക്ക് ശക്തമായിട്ട് ബന്ധിക്കുകയാണ് മദർ ചെയ്യുന്നത്.
അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടി ഒരിക്കലും ആ കയറ് പൊട്ടിച്ച് പുറത്തു പോവില്ല. അവനത് അൺബ്രേക്കബിൾ ആണ്. കാരണം സ്നേഹത്തിൻ്റെതാണ് ആ കയറ്. അവനെ ആ വീട്ടിലേക്ക്, ആ കുടുംബത്തിലേക്ക് വളരെ ടൈറ്റായിട്ട് കെട്ടിയിടാൻ മദറിന് കഴിയുന്നു. മദറിന്റെ സ്നേഹം റിസീവ് ചെയ്യുന്ന ഒരു കുട്ടി ഒരിക്കലും വഴി തെറ്റി പോവില്ല എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാൻസ. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to be their bed. So a woman is the house from floor to roof. That means she is all in all. Everything. She is everything. I deck the walls and the board I spread. That means it is she who keeps things in its proper places. And then it is she who arranges the dining table. Board here means dining table. And it's she who serves the food. And then she spins the curtains, warp and woof, everything. The curtain is spun by her. And then at last, towards the end of the day, it is she who arranges the bed for the children. And the house from floor to roof എന്ന് പറഞ്ഞാൽ വീട് ഫ്ലോർ മുതൽ റൂഫ് വരെ ഞാൻ തന്നെയാണെന്നാണ് സ്ത്രീ പറയുന്നത്. എല്ലാം അവർ തന്നെയാണ്. വീട് എന്ന് പറഞ്ഞാൽ സ്ത്രീ തന്നെയാണ്. അതിലെ വാളുകള് ലുള്ള ഷെൽഫ്, അതിൽ വേണ്ട സാധനങ്ങൾ വേണ്ട പോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് സ്ത്രീയാണ്. ഭക്ഷണം സെർവ് ചെയ്യുന്നത്, ഡൈനിങ് ടേബിളില് ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്, കേർട്ടന്റെ വാപ്പും വൂഫും, അതായത് അതിന്റെ ഊടും പാവും എല്ലാ ലെങ്ത് വൈസും ക്രോസ് വൈസും ആയിട്ടുള്ള ഇഴകൾക്കാണ് പറയുന്നത് വാപ്പ് ആൻഡ് വൂഫ് എന്നുള്ളത്. അപ്പൊ കേർട്ടൻ സ്പിൻ ചെയ്യുന്നത്, അത് നെയ്തെടുക്കുന്നത് സ്ത്രീയാണ്. അവസാനം ബെഡ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, മേക്ക് ദ ബെഡ് എന്ന് പറയുമ്പോൾ ആ ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, എല്ലാം ഒരു വീട്ടില് ഫാമിലിയിലെ മെമ്പേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്ത്രീ തന്നെയാണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ആൻസർ. I am their wall against all danger, their door against wind and snow. Thou, whom a woman laid in a manger, take me not till the children grow. So a woman is the wall that protects the family from all danger. She is the strong door that prevents wind and snow from entering the house. Now the last two lines are a prayer addressed to Jesus Christ. She prays, mother or the woman prays humbly to God to prolong her life till her children grow. Thou, whom a woman laid in a manger, take me not till the children grow. So the prayer is to Jesus Christ, and then Jesus Christ was born in a manger. Here the woman in the third line of the last stanza refers to Holy Mary, Virgin Mary. So Jesus Christ was laid in a manger, and so the prayer is that Jesus Christ must allow the mother to live at least till her children grow and become independent. ലാസ്റ്റ് ലൈനിൽ പറയുന്നത് എല്ലാ അപകടങ്ങളിൽ നിന്നും ഫാമിലിയെ രക്ഷിക്കുന്ന ശക്തമായിട്ടുള്ള മതിലാണ് മദർ. അതേപോലെ വിൻഡിൽ നിന്നും സ്നോയിൽ നിന്നും, വിൻഡും സ്നോ എന്നൊക്കെ പറയുന്നത് അൺഫേവറബിൾ ആയിട്ടുള്ള എലിമെന്റ്സ് ഏതും ആവാം, അതിൽ നിന്നൊക്കെ അതൊന്നും വീടിനുള്ളിലേക്ക് കയറാതെ സംരക്ഷിക്കുന്ന വാതിലാണ് മദർ. പിന്നെ ലാസ്റ്റ് രണ്ട് ലൈൻസ് എന്ന് പറഞ്ഞാൽ മദറിന്റെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിൽ പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനോടാണ് പറയുന്നത്. മെയിഞ്ചറില്, പുൽത്തൊട്ടിയില് ഒരു വുമണാൽ ഒരു വുമണാണ്, അതായത് കന്യാമറിയം അല്ലെങ്കിൽ ഹോളി മേരി പുൽത്തൊട്ടിലാണ് ഈ ജീസസ് ക്രൈസ്റ്റിനെ പ്രസവിക്കുന്നത്. അപ്പൊ ആ ക്രൈസ്റ്റിനോട്, ഒരു മദറിന്റെ, ഒരു വുമണിന് ജനിച്ചിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് ഒരു വുമണിന്റെ പ്രയർ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവർക്കും ഒരു മദർ, ക്രൈസ്റ്റിനും ഒരു മദർ ഉണ്ട്. അപ്പോൾ ഈ മദറിന്റെ പ്രാർത്ഥന അങ്ങനെ പുൽത്തൊട്ടിയില് വെർജിൻ മേരി അല്ലെങ്കിൽ ഹോളി മേരി
പ്രസവിച്ചിട്ടുള്ള ജീസസ് ക്രൈസ്റ്റിനോട് പറയാനുള്ളത്, എൻ്റെ മക്കൾ വളർന്ന് വലുതായി അവര് ഇൻഡിപെൻഡന്റ് ആകുന്നത് വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ്, എന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കരുതെന്നാണ് മദർ പറയുന്നത്. അപ്പൊ ഏറ്റവും സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ജീവിച്ചിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മക്കള് ഇൻഡിപെൻഡന്റ് ആവുന്നത് വരെ അവർക്കൊരു സപ്പോർട്ട് ആവുക എന്നുള്ളതാണ് മദറിന്റെ ആഗ്രഹം.